ഇതാണ് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ. ഫേസ് വാഷ് ചെയ്തു, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. ഇപ്പോൾ രാവിലെ ജിമ്മിൽ പോകുന്നതിന് മുന്നേ കുക്കുംബർ ജ്യൂസ്, ഒരു 5 കാഷ്നട്ട്. കവിയേട്ടൻ ജിമ്മിലേക്ക് പോയി. ഇപ്പോൾ കുറച്ച് തണുപ്പൊക്കെ ഉണ്ട് രാവിലെ. അത്ര തണുപ്പൊന്നുമില്ല, നമ്മുടെ വയനാട്ടിൽ അത്ര തണുപ്പൊന്നുമില്ല, ചെറിയ തണുപ്പ്. അപ്പോൾ എൻ്റെ കുക്കിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഞാൻ യൂഷ്വലി ഒരു 8 മണിയാകുമ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പം ഉണ്ട്, പിന്നെ ഒരു വെജ് കറി, ക്യാരറ്റും പൊട്ടറ്റോ ഒക്കെ ഇട്ടിട്ട് മറ്റേ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് വെക്കില്ലേ, അപ്പോൾ ആ ഒരു കറിയുണ്ട്. പിന്നെ 2 മുട്ട എന്തായാലും രാവിലെ നിർബന്ധമാണ്. ഞാൻ 2 മുട്ട കഴിക്കും. അത് കുറേ ആയിട്ട് അങ്ങനെയാണ് ശീലമായി. അപ്പം കഴിച്ചിട്ടാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണം, ജിമ്മിൽ പോയി വന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഇടിയപ്പം, മുട്ടയുണ്ട്, 5 മുട്ട ഡെയിലി രാവിലെ കഴിക്കുന്നതാണ്. പിന്നെ ഇതാ കറിയുണ്ട്, വെജിറ്റബിൾ കറിയുണ്ട്. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വരാം. 11 മണിയാകുമ്പോൾ ഞങ്ങൾ കുടിക്കുകയാണ് ഈ ഒരു ബട്ടർ മിൽക്കും പിന്നെ ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ്. ഇന്നിപ്പോൾ ആപ്പിളാണ്, അല്ലെങ്കിൽ പേരക്ക. ആപ്പിൾ, പേരക്ക. ബട്ടർ മിൽക്ക്, ഇഞ്ചി ഉണ്ട്, കറിവേപ്പില ഉണ്ട്, ഉപ്പുണ്ട്. അടിപൊളിയാണ്, നല്ലൊരു സുഖമാണ് അത് കുടിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യാണ്ട്. നമ്മുടെ ഹെയർ ഓയിലിൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. പിന്നെ കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ ഇത് നമുക്ക് എൻട്രി ചെയ്യാനുണ്ട് ഇതിൽ. അപ്പം അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ നമ്മുടെ ഒരു സാരീൻ്റെ ബിസിനസ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഉണ്ട്, അതും കൂടെ കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ട് കാണാം. ഞാനൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഇതെന്താ കേട്ടാ, വീട്ടില് ബോർഡ് കെട്ടി തൂക്കിയിട്ടിട്ട് ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യാ. വിചിത്രമായ ഒരു സമയം 1 മണിയായിട്ടുണ്ട്. ഞങ്ങള് ഇന്നത്തെ ഫുഡായി പോയോ എന്നൊരു സംശയം. അതൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല പരിപാടി. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ സാധനങ്ങൾ ഇതൊക്കെയാണ്. ചോറുണ്ട്, ചിക്കൻ കറി ഉണ്ട്, വെണ്ടയ്ക്ക ഉപ്പേരി. ഞങ്ങൾ ഉപ്പേരി എന്ന് പറയാം, നിങ്ങൾ അവിടെ എന്താ പറയാ നോക്കട്ടോ. പിന്നെ പിന്നെ യോഗട്ട്. ഏറ്റവും കൂടുതൽ ചെലവുള്ള സാധനമാണ് ഇത്, യോഗട്ട്. ക്രീം ഗ്രൈൻഡാണ്. ഒരാഴ്ച 1 കിലോ, അതിന്റെ ചിലപ്പോൾ 2 യോഗട്ട് മിക്കവാറും തീരും, ഉച്ചയ്ക്കും രാത്രിയൊക്കെ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ സ്പെഷ്യൽ. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ ജിമ്മിൽ പോകുന്നതിൻ്റെ മുന്നേ കുടിക്കുന്നതാണ് ഇത്, പ്രോട്ടീൻ ഷേക്ക്. പ്രോട്ടീൻ പൗഡറാണ്, പ്ലാൻ പ്രോട്ടീൻ കേട്ടോ, പ്ലാൻ പ്രോട്ടീൻ്റെ ഷേക്കാണ്. ഇതൊന്നുമില്ല, പ്രോട്ടീൻ പൗഡറും കുറച്ച് ഐസ് വാട്ടറും. ഇങ്ങനെ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ പ്രോട്ടീൻ പൗഡർ കൊണ്ടൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രോട്ടീൻ പൗഡർ വിത്ത് ഇങ്ങനെ കാഷ്നട്ടും ഡേറ്റ്സ് ഒക്കെ വെച്ചിട്ടൊരു കേക്ക്. വേറെ എക്സ്ട്രാ ഷുഗർ ഇടുന്നില്ല, അങ്ങനത്തെ ഒരു കേക്കാട്ടോ. പ്രോട്ടീൻ കേക്കും പ്രോട്ടീൻ ഷേക്കും 2 പഴവും. ഇപ്പോൾ ഇത് കഴിച്ചിട്ട് വേണം നമുക്ക് ജിമ്മിൽ പോകാൻ. ഓക്കെ, ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ജിമ്മിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് 7 മണിയായി, ഞങ്ങൾ ജിമ്മൊക്കെ കഴിഞ്ഞ് വന്നു.
ഞങ്ങൾ ഏകദേശം ഒരു 1.5-2 മണിക്കൂർ വർക്കൗട്ട് ചെയ്യും. ഇപ്പം ഇനി വന്നിട്ട് ഇനിയിപ്പോൾ കുറച്ച് ചോറുണ്ട്. ഇന്നിപ്പോൾ ചിക്കൻ ആയതുകൊണ്ട് വേറെ പ്രോട്ടീൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ ഞങ്ങൾ ഓംലേറ്റ് എന്തെങ്കിലും ആക്കും. പിന്നെ സാലഡ് ഉണ്ട്. സാലഡ് കക്കിരിക്കയും ക്യാരറ്റും. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ത് ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോൾ കഴിച്ച് കുറച്ച് നേരം TV ഒക്കെ കണ്ട് ഒരു 10 മണിയൊക്കെ കിടന്നുറങ്ങും. 10 മണി 9 തന്നെ കിടക്കും. 10 മണിയാകുമ്പോൾ അപ്പം ഞങ്ങള് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നല്ലേ. ഫസ്റ്റത്തെ ഡേ ഇൻ മൈ ലൈഫാണ്. ഫസ്റ്റ് ഇങ്ങനത്തെ വ്ളോഗ്, ഞങ്ങൾ ഷോർട്ട് വ്ളോഗ് അല്ലേ കൂടുതൽ എടുക്കുന്നത്. അതെ, പിന്നെ റിവ്യൂസും കൂടുതൽ എടുക്കുന്നത്. ഇതെങ്ങനെ എടുക്കണ്ടേന്നൊന്നും ഞങ്ങൾക്ക് വലിയ പിടുത്തൊന്നുമില്ല. ഞങ്ങൾ എന്തൊക്കെയാ ചെയ്യണേന്നുള്ളത് ജസ്റ്റ് കാണിച്ചിട്ടേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോ Yeah, maybe I should take it slow. My body's saying